നമ്മുടെ സ്വന്തം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 100 കോടിയോളം രൂപയാണ് വിവിധ മലയാളികളുടെ കയ്യിൽ നിന്ന് ഒരു മലയാളി കപ്പിൾസ് പറ്റിച്ചിട്ട് മുങ്ങിയത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു സാധനമാണ് ജാതിയും മതവും ആരാധനാലയങ്ങളും. സത്യം, അത് ശരിക്കും പറഞ്ഞ ഒരു വിഷമേറിയ ഒരു ന്യൂസ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിൽ ഞാൻ ന്യൂസ് ബൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ഒന്നീ പറഞ്ഞ പോലെ സ്വന്തം മലയാളി കപ്പിളിൽ നിന്നുള്ള ഒരു മാർക്കറ്റിംഗ്, പിന്നെ അതേപോലെ നമ്മുടെ ആരാധനാലയങ്ങൾ വെച്ചിട്ടായിരുന്നു അവർ മാർക്കറ്റ് ചെയ്തത്. അപ്പം അതിൽ വഞ്ചിക്കപ്പെട്ട ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഒന്നീ പറയുന്ന പോലെ നമുക്ക് മലയാളിയെ വിശ്വസിച്ചിട്ട് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം അങ്ങനെ വഞ്ചിക്കപ്പെട്ട ഒരുപാട് പേരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും നീ പറഞ്ഞത് കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ, അതിപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പം ഇന്ത്യയിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു സാധനമാണ് മതവും അതേപോലെ തന്നെ ഈ ആരാധനാലയങ്ങളും. അതിന്റെ ഏകദേശം ഒരു 15 വർഷത്തോളമായിട്ട് ഇവർ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം. അപ്പൊ അത്രയും ആളുകളുടെ ഇടയിൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഇവർ 100 കോടിയോളം തട്ടിപ്പിച്ചിട്ട് മുങ്ങുന്നത്. അതെ, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസും കാര്യങ്ങളും ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട്. ഏകദേശം എനിക്കറിയാൻ പറ്റുന്ന വെച്ചാൽ അവര് രാമമൂർത്തി നഗരമായിരുന്നു അവരുടെ ലൊക്കേഷൻ പറയുന്നത്. അതിലും ഒട്ടും പറ്റിച്ചവരൊക്കെ, വഞ്ചിക്കപ്പെട്ടവരൊക്കെ ഒട്ടുമിക്ക പേരും മലയാളികളായിരുന്നു. ഈ പറയുന്ന നമ്മള് ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ എപ്പോഴും അഹങ്കരിക്കുമ്പോഴും, അതായത് നമ്മൾ 100% ലിറ്ററസി ഉണ്ട്, നമുക്കെല്ലാം അറിയാം, വിവേകവും ബുദ്ധിയും ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണെന്ന് നമ്മൾ എപ്പോഴും അടിയുറച്ച് പറയുമ്പോഴും ഇങ്ങനത്തെ ചതിയിൽ വീണ്ടും വീഴുന്നതും നമ്മൾ മലയാളികൾ തന്നെയാണ്. ആളുകൾ ഈ ജാതിയും മതവും അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ കൂട്ടുപിടിച്ച് ആളുകളെ പറ്റിക്കാൻ ഇറക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ നിസ്സഹാരമായിട്ട് മാറും. അതെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മതത്തിന്റെ ഒരു കാര്യം അങ്ങനെ പറയുന്ന വെച്ചാൽ നമ്മളിൽ എത്ര വിവേകമുണ്ട്, എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും മതത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും സെൻസിറ്റീവ് ആവുകയാണ്. നമ്മൾ അന്നേരം ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുന്നില്ല, ഇരുത്തി ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് ഈ പറയുന്ന ചതിവും വഞ്ചനയൊക്കെ ഉണ്ടാവുന്നത്.